ഓം ശാന്തി. നമ്മുടെ നാട്ടിൽ ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ ദേവതകൾക്ക് പൂജകൾ ലഭിക്കുന്നുണ്ട്. ഭക്തർ ദേവതകളെ കുറിച്ച് മഹിമ പാടുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. പക്ഷെ ഓരോ ക്ഷേത്രത്തിലും ദേവതകൾക്ക് കിട്ടുന്ന പൂജയും മഹിമകളും കീർത്തനങ്ങളും വ്യത്യസ്തമായ രീതിയിലുള്ളതാണ്, വ്യത്യസ്തമായ അളവിലുള്ളതാണ്. ചില ക്ഷേത്രങ്ങളിൽ കൂടുതൽ പൂജകൾ ലഭിക്കുന്നു, കൂടുതൽ സ്തുതിക്കപ്പെടുന്നു. പക്ഷെ മറ്റു ചില ക്ഷേത്രങ്ങളിലാണെങ്കിൽ ചെറിയ പൂജ, ചിലപ്പോൾ വല്ലപ്പോഴുള്ള പൂജ, അതേപോലെ സ്തുതികൾ കുറവായിരിക്കും. അപ്പോൾ ഇതിനെല്ലാം കാരണമുണ്ട്. ബാബ നമുക്ക് അത് മനസ്സിലാക്കി തരുന്നുണ്ട്. കേവലം സത്യയുഗത്തിലേക്കും ത്രേതായുഗത്തിലേക്കും വേണ്ടി മാത്രമല്ല നമ്മൾ പഠിക്കുന്നതും സമ്പാദിക്കുന്നതും. ദ്വാപരയുഗത്തിലും കൂടി വേണ്ടിയിട്ടാണ്, കലിയുഗത്തിലും കൂടി വേണ്ടിയിട്ടാണ്. അതായത് ഭക്തി മാർഗത്തിലും ഏത് തരത്തിലുള്ള പൂജയാണ്, ഏത് തരത്തിലുള്ള സ്തുതികളാണ്, മഹിമകളാണ് നമുക്ക് ലഭിക്കേണ്ടത്, അതും നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ, ഈ സംഗമയുഗത്തിൽ നമ്മൾ ചെയ്യുന്ന പുരുഷാർത്ഥത്തിന്റെ ആധാരത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ദ്വാപരയുഗം മുതൽ ഭക്തി മാർഗത്തിൽ ശ്രേഷ്ഠമായ പൂജ ലഭിക്കണമെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ മുരളിയിൽ ബാബ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. നോക്കാം. 2:1:79 ബാബയുടെ വാണിയുടെ സാരം. സമ്പൂർണതാ की समीपता ही विश्व परिवर्तन की घड़ी की समीपता ही. അതായത് സമ്പൂർണതയുടെ സമീപത തന്നെയാണ് വിശ്വപരിവർത്തനത്തിന്റെ സമയത്തിന്റെ സമീപത. അതായത് വിശ്വപരിവർത്തനത്തിന് സമയമായി, വിശ്വപരിവർത്തനത്തിന്റെ സമയം സമീപത്തെത്തി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ ഓരോ കുട്ടികളുടെയും സമ്പൂർണ്ണ സ്ഥിതി എത്രത്തോളം സമീപത്താണോ അത്രത്തോളം വിശ്വപരിവർത്തനത്തിന്റെ സമയവും സമീപത്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. बच्चों की जन्म पत्री को जानने वाले रहमदिल ബാബ ബോലെ. കുട്ടികളുടെ ജാതകത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കുന്ന ദയാസാഗരമായ ബാബ സംസാരിക്കുകയാണ്. ആജ് ബാപ് ദാദാ ഹരേക് ബच्चे की आदि से अब तक के संगम युगी अलौकिक जन्म की जन्मपत्री देख रहे थे. ഇന്ന് ബാപ് ദാദ തന്റെ ഓരോ മക്കളുടെയും ആദി മുതൽ, അതായത് ഈശ്വരീയ ജ്ഞാനം ലഭിച്ചതു മുതൽ ഇപ്പോൾ വരെയുള്ള സംഗമയുഗത്തിലെ അലൗകിക ജന്മത്തിന്റെ ജാതകം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. हरेक बच्चे ने दिव्य जन्म लेते बाप दादा से व स्वयं से क्या क्या वायदे किए हैं और अब तक कौन से वायदे और किस परसेंटेज में निभाए हैं. वायदा करना और निभाना, इसमें कितना अंतर रहा है. वह करना और निभाना समान है. यह जन्मपत्री देख रहे थे. ബാബ പറയാണ്, ഓരോ കുട്ടികളും ദിവ്യജന്മം എടുത്തപ്പോൾ മുതൽ ബാബ്ദാദയോട് അല്ലെങ്കിൽ സ്വയത്തോട് ഏതേതെല്ലാം പ്രതിജ്ഞകളാണ് ചെയ്തിട്ടുള്ളത്, കൂടാതെ ഇതുവരെ ഏതേതെല്ലാം പ്രതിജ്ഞകൾ എത്ര ശതമാനത്തിൽ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിജ്ഞ ചെയ്യുക, അത് പാലിക്കുക, ഇതിൽ എത്ര വ്യത്യാസമുണ്ട്? പ്രതിജ്ഞ ചെയ്യുകയും പാലിക്കുകയും സമാനമാണോ? ഇതെല്ലാം
ബാബ കുട്ടികളുടെ ജാതകത്തെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹർ വർഷ് ഹരേക്ക് ബച്ച യഥാശക്തി ബാബാക്കെ സന്മുഖ് വായവേ കർത്തേഹി. ഓരോ വർഷവും ഓരോ കുട്ടിയും അവരവരുടെ കഴിവിനനുസരിച്ച് യഥാശക്തി ബാബയുടെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യാറുണ്ട്. അർത്ഥാത് ബാബ്സെ പ്രതിജ്ഞ കർത്തേഹി, ബാബയോടെ പ്രതിജ്ഞ ചെയ്യാറുണ്ട്. റിസൾട്ട് മീ ക്യാ ദേഖ, എന്റെ റിസൾട്ടിൽ എന്താണ് കണ്ടത്? പ്രതിജ്ഞ കർത്തേ സമയ ബഹുത് ഉമംഗ് ഉത്സാഹ് സെ ഹിമ്മത്ത് സെ സങ്കല്പ ലേത്തി ഹി. അപ്പൊ പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വളരെ ഉല്ലാസത്തോടെ, ഉന്മേഷത്തോടുകൂടി, ആഹ്ലാദത്തോടെ, ധൈര്യത്തോടെ സങ്കല്പങ്ങൾ എടുക്കുന്നുണ്ട്. कुछ समय संकल्प को साकार में लाने का, समस्याओं का सामना करने का शुभ भावना से, कल्याण की कामनाओं से संपर्क में आते सफलता मूर्त बनती है. അപ്പോൾ ബാബ കണ്ടത് ഇതാണ്. കുട്ടികൾ പ്രതിജ്ഞ ചെയ്യാറുണ്ട്, വളരെ ധൈര്യത്തോടെയും ഉല്ലാസത്തോടെയും സങ്കല്പമൊക്കെ എടുക്കാറുണ്ട്. കുറച്ചു നാൾ ഈ സങ്കല്പങ്ങളെ സാകാരത്തിൽ കൊണ്ടുവരുന്നതിന്, അതായത് സമസ്യകളെയെല്ലാം വളരെ ധീരതയോടുകൂടി നേരിടുന്നതിനുള്ള ശുഭഭാവനയിലൂടെ, മംഗളഭാവനയിലൂടെ, മംഗളകരമായിട്ടുള്ള കാമനകളിലൂടെ സമ്പർക്കത്തിൽ വന്ന് കുട്ടികൾ സഫലതാമൂർത്തികളാകാറുണ്ട് കുറച്ചു കാലത്തേക്ക്. परंतु चलते चलते कुछ समय के बाद फुल अटेंशन के बजाय सिर्फ अटेंशन रह जाता. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകെ കുറച്ചു സമയത്തിന് ശേഷം പൂർണ്ണ ശ്രദ്ധയ്ക്ക് പകരം വെറും ശ്രദ്ധയായിട്ട് മാറുന്നു. और अटेंशन के बीच बीच अटेंशन बदल ടെൻഷൻ കാ രൂപ भी हो जाता है. എന്നിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ ശ്രദ്ധ എന്നുള്ളതിന് പകരം ശ്രദ്ധയ്ക്ക് ഇടയ്ക്കിടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ടെൻഷന്റെ രൂപം എടുക്കുകയും ചെയ്യാറുണ്ട്. വിജയ് ഹമാര ജന്മസിദ്ധ അധികാർ ഹേ, വിജയം എന്റെ ജന്മസിദ്ധ അധികാരമാണ്. യഹ സമർത്ഥ സങ്കൽപ് धीरे धीरे रूप परिवर्तन करता जाता है. तो വിജയം എന്റെ ജന്മസിദ്ധ അധികാരമാണ് എന്ന സമർത്ഥ സങ്കല്പം മെല്ലെ മുന്നോട്ട് പോകെ അതിന്റെ രൂപം പരിവർത്തനപ്പെട്ടു പോകുന്നു. ജന്മസിദ്ധ അധികാർ ഹേ के बजाय कब कब बाप दादा के आगे एक बोल निकलते हैं कि अधिकार दो, ശക്തി ദോ. അപ്പോൾ ജന്മസിദ്ധ അധികാരമാണ് വിജയം, എന്റെ ജന്മസിദ്ധ അധികാരമാണ് എന്ന സമർത്ഥ സങ്കല്പത്തിന് പകരം ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ബാബ്ദാദയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അതായത്, ബാബ എനിക്ക് അധികാരം നൽകൂ, ശക്തി നൽകൂ എന്ന് പറയാറുണ്ട്. ഹേ ശബ്ദ് ദോ ശബ്ദമേ ബദൽ ജാത്താ ഹേ. ഞാൻ വിജയിയാണ്, വിജയം എന്റെ ജന്മസിദ്ധ അധികാരം ആണ് എന്ന വാക്ക് അതിന് പകരം കാലം മുന്നോട്ട് പോകെ ബാബ വിജയത്തിനുള്ള അധികാരം എനിക്ക് നൽകൂ, വിജയിക്കാനുള്ള ശക്തി എനിക്ക് നൽകൂ എന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെട്ടു പോകുന്നു. മാസ്റ്റർ ദാദാ വരദാദാ ദാദാക്കെ ബജായി ലേത്താ ഹോ ജാത്തേ ഹേ. അപ്പൊ പറയുന്നു, മാസ്റ്റർ ദാതാവാണ് യഥാർത്ഥത്തിൽ, കുട്ടികൾ വരദാതാവാണ്. പക്ഷെ ദാതാവാകുന്നതിന് പകരം കുട്ടികൾ എടുക്കാൻ തുടങ്ങുന്നു. ദാതാവ് എന്ന് വെച്ചാൽ നൽകുന്നവരാകുന്നതിന് പകരം ബാബയിൽ നിന്നും അധികാരവും ശക്തികളും ഒക്കെ എടുക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു. ഐസേ പുരുഷാർത്ഥ കി സ്റ്റേജ് കബ് തീവ്ര പുരുഷാർത്ഥ്, കബ് ഹൽച്ചൽ, കബ് അചൽ. ബാബ പറയാണ്, ഇപ്പൊ കുട്ടികളുടെ പുരുഷാർത്ഥത്തിന്റെ അവസ്ഥ ചിലപ്പോ നോക്കുമ്പോ തീവ്രമായ പുരുഷാർത്ഥം, ചിലപ്പോ സാധാരണ പുരുഷാർത്ഥം, ചിലപ്പോ വളരെ കോലാഹലങ്ങൾ, ബഹളങ്ങളൊക്കെ ഉണ്ടാകും, വളരെ ഉലച്ചിലുകൾ ഉണ്ടാകും,
ചില സമയത്ത് നോക്കുമ്പോൾ അചഞ്ചലരായിട്ടിരിക്കുന്നത് കാണാം. ഇസ്മേം ചൽത്തെ രഹത്തെ ഔർ ചൽത്തെ ചൽത്തെ രുക് ജാത്തെ ഹെ. ഇങ്ങനെ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പോകെ പോകെ നിന്നു പോകുന്നു. അബ് തക്ക് കി റിസൾട്ട് മീൻ രാസ്തേ കെ നസാരോ മീൻ മൻസിൽ കി തരഫ് സെ കിനാര കർ ലേത്തെ ഹെ. ഇതുവരെയുള്ള റിസൾട്ട് ബാബ നോക്കുമ്പോൾ കണ്ടത് ഇതാണ്. വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് കുട്ടികൾ ലക്ഷ്യത്തിൽ നിന്നും അകന്നു പോകുന്നു. അബ് തക്ക് ഭീ ഐസേ ഖേൽ ദിഖാത്തെ രഹത്തെ ഹെ. ബാബ പറയുന്ന കുട്ടികൾ ഇപ്പോ വരെ പോലും ഇങ്ങനെയുള്ള കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേക്കിൻ ഇഹ് കബ് തക്. പക്ഷെ ബാബ ചോദിക്കാണ്, ഇത് എത്ര നാൾ ഇങ്ങനെ കളിക്കും? ബാപ്ദാദാ ഭി അഭി നയാ ഖേൽ ദേഖ്നാ ചാഹത്തെ. ബാബ കുറെ കാലം കൊണ്ട് കുട്ടികളുടെ ഇത്തരം കളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബയ്ക്ക് ബോറടിച്ചു. ബാബ പറയാണ്, ബാപ്ദാദിക്കും ഇപ്പോൾ കുട്ടികളുടെ പുതിയ കളി കാണാൻ ആഗ്രഹമുണ്ട്. തോ ഇസ് നയേ വർഷമേ അബ് ഐസ നയാ ഖേൽ ദിഖാവോ. അതുകൊണ്ട് ഈ പുതുവർഷത്തിൽ കുട്ടികൾ ഇങ്ങനെയുള്ള ഒരു പുതിയ കളി കാണിച്ചു തരൂ ബാബയ്ക്ക്. ജിസ് ഖേൽ മേ ഹർ ദൃശ്യ കാ ലക്ഷ്യ സദാ വിജയ് ഹോ. ഈ കളിയുടെ പ്രത്യേകത ഇതാണ്. ഈ കളിയിൽ ഏത് ദൃശ്യം കുട്ടികൾ കണ്ടാലും, ഏത് സീനിലേക്ക്, ഏത് സാഹചര്യത്തിലേക്ക് കുട്ടികൾ വന്നാലും അതിലെല്ലാം കുട്ടികളുടെ ലക്ഷ്യം സദാ വിജയം ഉണ്ടാകണം എന്നാണ്. ഹം വിജയി ഹേ വിജയി രഹേംഗെ ഐസാ സങ്കൽപ് സദാ ഹർ കർമ്മമേം പ്രത്യക്ഷ ദിഖായി ദേ. ഓ, ഞാൻ വിജയിയാണ്, ഞാൻ എന്നും വിജയിയായിരിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള സങ്കല്പം സദാ ഓരോ കർമ്മത്തിലും പ്രത്യക്ഷമായിട്ട് കാണപ്പെടണം. ജയ്സേ കൽപ്പ് പഹ്ലേ കാ ചിത്ര ഹെ. ബാബ പറയുകയാണ്, കൽപ്പം മുമ്പത്തെ ചിത്രത്തെ പോലെ, അതായത് ഹരേക് ശക്തി സേന കെ ഹാത്ത് മേ വിജയ് കാ ഝണ്ഡാ ലഹരാ രഹാ ഹെ. ഓ, ശക്തിസേനയിലെ ഓരോ കുട്ടികളുടെയും കൈകളിൽ വിജയത്തിന്റെ പതാക പാറിക്കളിക്കുന്നത് കാണുന്നുണ്ട്, ചിത്രങ്ങളിലുണ്ട്. ആജ് തക് ഭി ആപ് ശ്രേഷ്ഠ ആത്മാവോं को विजयी रतन के रूप में दुनिया वाले सुमिरन करते हैं और पूजते रहते हैं. ഇക്കാലം വരെയും ഇപ്പോൾ വരെ പോലും നിങ്ങൾ ശ്രേഷ്ഠാത്മാക്കൾക്ക് വിജയീ രത്നത്തിന്റെ രൂപത്തിൽ ഈ ലോകത്തിന്റെ ആൾക്കാർ കുട്ടികളെ സ്മരിക്കുന്നുണ്ട്, പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കൽപ്പം മുമ്പത്തെ പോലെ, അതായത് വിജയികളായി കുട്ടികൾ വിജയികളായിട്ടുണ്ട്. ആ വിജയത്തിന്റെ പ്രതീകമായിട്ട് ഇപ്പോൾ വരെ പോലും ലോകത്തിലുള്ളവർ കുട്ടികളെ കുറിച്ച് വിജയരത്നങ്ങളുടെ രൂപത്തിലുള്ള പൂജകളും സ്മരണകളും കീർത്തനങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. പുരുഷാർത്ഥ കർണേക്ക സമയ ഭി ബഹുത്വമില്ല. പുരുഷാർത്ഥം ചെയ്യുവാനുള്ള സമയം ധാരാളം കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്പർ വാർ യഥാശക്തി പുരുഷാർത്ഥ ഭി കിയ. എല്ലാ കുട്ടികളും നമ്പർ വൈസ് ആയിട്ട് യഥാശക്തി അവരവരുടെ കഴിവിനനുസരിച്ചുള്ള പുരുഷാർത്ഥവും ചെയ്തിട്ടുണ്ട്. അത് ക്യാ കർണ ഹെ. ഇനി ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് പുരുഷാർത്ഥത്തിൽ പ്രത്യക്ഷ ഫൽ സ്വരൂപ്. ഇപ്പോ പുരുഷാർത്ഥത്തിന്റെ പ്രത്യക്ഷ ഫലസ്വരൂപം, അർത്ഥാത് സഫലതാ സ്വരൂപ ബൻ സ്വയം ഭി ഹർ കാര്യമേ സഫൽ രഹോ. ബാബ പറയുന്നു, ഇപ്പോൾ കുട്ടികൾ ചെയ്യേണ്ടത് ഇതാണ്. ഇപ്പോൾ പുരുഷാർത്ഥത്തിന്റെ പ്രത്യക്ഷ ഫലസ്വരൂപമായി, അതായത് സഫലതാ സ്വരൂപമായി മാറി സ്വയവും ഓരോ കാര്യത്തിലും സഫലമായിക്കൊണ്ടിരിക്കുക. और സർവാത്മാവോं को भी സഫലതാ മൂർത്തി കാ വരദാൻ ദോ. കൂടാതെ സർവാത്മാക്കൾക്കും സഫലതാ മൂർത്തിയാകട്ടെ എന്ന വരദാനവും നൽകുക. പുരുഷാർത്ഥ സ്വരൂപക്കെ ബജായെ पुरुषार्थ स्वरूप के बजाय
വരദാനി മഹാദാനി സ്വരൂപമേ രഹു. അപ്പൊ പുരുഷാർത്ഥ സ്വരൂപത്തിന് പകരം വരദാനി മഹാദാനി സ്വരൂപത്തിൽ ഇരിക്കും. जिससे स्वयं भी प्रत्यक्ष फल का अनुभव करेंगे और अन्य आत्माओं को भी प्रत्यक्ष फल के अधिकारी बनाएंगे. അപ്പോ അങ്ങനെ മഹാദാനി വരദാനി സ്വരൂപത്തിലിരുന്നാൽ ഇതിലൂടെ സ്വയത്തിനും പ്രത്യക്ഷ ഫലത്തിന്റെ അനുഭവം ലഭിക്കും. കൂടാതെ മറ്റാത്മാക്കൾക്കും പ്രത്യക്ഷ ഫലത്തിന്റെ അധികാരിയായിട്ട് മാറാൻ സാധിക്കും. ഈ സ്വരൂപത്തിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് മറ്റാത്മാക്കളെയും പ്രത്യക്ഷ ഫലത്തിന്റെ അധികാരിയാക്കി മാറ്റുവാൻ സാധിക്കും. അത് ഭാഷാ പരിവർത്തനം തരും. ബാബ പറയുന്നു, കുട്ടികളുടെ ഭാഷയിൽ ഇത്തിരി പരിവർത്തനം കൊണ്ടുവരും. സ്വഭാവ സംസ്കാർ ഭി പരിവർത്തൻ കരു. സ്വഭാവ സംസ്കാരവും പരിവർത്തനപ്പെടുത്തു. സ്വയം ഭി പരിവർത്തൻ കരു. ബാബ പറയുന്നു, സ്വയത്തിലും പരിവർത്തനം കൊണ്ടുവരൂ. സ്വഭാവ സംസ്കാർ സർവാത്മാവോं को भी പ്രത്യക്ഷ ഫൽ के अधिकारी बनाएंगे. കുട്ടികളുടെ സ്വഭാവ സംസ്കാരം സർവാത്മാക്കൾക്കും പ്രത്യക്ഷ ഫലത്തിന്റെ അധികാരിയാക്കി മാറ്റും. സർവാത്മാക്കളെയും കുട്ടികളുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ കൂടി പ്രത്യക്ഷ ഫലത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന തരത്തിൽ കുട്ടികളുടെ സ്വഭാവ സംസ്കാരങ്ങളിൽ പരിവർത്തനം കൊണ്ടുവരിക. അബ് ഭാഷ ഭി പരിവർത്തൻ കരു. കുട്ടികളുടെ ഭാഷാ ശൈലി പരിവർത്തനപ്പെടുത്തു. ജൈസെ വിശ്വ പരിവർത്തൻ കി ഘടി സമീപ് ഭാഗ് രഹി ഹെ. വിശ്വപരിവർത്തനത്തിന്റെ സമയം കുട്ടികളുടെ സമീപത്തേക്ക് ഓടി വന്നു അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമ്പൂർണത की समीपता ही विश्व परिवर्तन के घड़ी की समीपता ही. സമ്പൂർണതയുടെ സമീപത തന്നെയാണ്. അതായത് കുട്ടികൾ എത്രത്തോളം സമ്പൂർണതയുടെ സമീപത്തേക്ക് വരുന്നുവോ അത് തന്നെയാണ് വിശ്വപരിവർത്തനത്തിന്റെ സമയത്തിന്റെ സമീപത. इसलिए अब बीती सो बीती कर വ്യർത്ഥ ഖാത്ത സമാപ്ത കരു. അതുകൊണ്ട് കഴിഞ്ഞതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇതുവരെ എന്തെല്ലാം നടന്നുവോ അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട് വ്യർത്ഥത്തിന്റെ കണക്ക് സമാപ്തമാക്കും. നിങ്ങളുടെ അക്കൗണ്ടിൽ കുറെ വ്യർത്ഥം കിടപ്പുണ്ട്, ആ അക്കൗണ്ട് സമാപ്തമാക്കൂ. സദാ സമർത്ഥക ഖാത്ത ഹർ സങ്കല്പമേ ജമാ കരു. സദാ സമർത്ഥതയുടെ സമ്പാദ്യം ഓരോ സങ്കല്പത്തിലും കുട്ടികൾ ശേഖരിക്കും. അഭി സേ സദാകാൽ കേ ലിയേ അപ്നെ കോ താജ് തിലക് और തക്ത്ധാരി അനുഭവ് കരു. ഇപ്പോൾ മുതൽ, സത്യയുഗത്തിൽ ചെന്നിട്ടല്ല ബാബ പറയുന്നത്, ഇപ്പോൾ മുതൽ സദാകാലത്തേക്ക് സ്വയത്തെ കിരീടധാരിയായും തിലകധാരിയായും സിംഹാസനധാരിയായും അനുഭവിക്കും. തിലക കാ മിട്ട് ജാന അർത്ഥാത് സ്മൃതി സെ നീച്ചെ ആന. തിലകം മാഞ്ഞു പോവുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സ്മൃതിയിൽ നിന്നും കുട്ടികളെ പ്രതിയുള്ള വാസ്തവിക സ്മൃതിയിൽ നിന്നും താഴേക്ക് വരിക എന്നുള്ളതാണ്. അഭി യഹ് ബാത്തേ സ്വപ്ന സേ ഭി സമാപ്ത കരു. അപ്പൊ തിലകം ഒരിക്കലും മാഞ്ഞു പോകരുത്. തിലകം മായുന്ന കാര്യം കുട്ടികളുടെ സ്വപ്നത്തിൽ നിന്ന് പോലും സമാപ്തമാക്കൂ. ഐസ സമാപ്തി സമാരോഹ് മനാവൂ. ഇങ്ങനെയുള്ള സമാപ്തിയുടെ ആഘോഷം കുട്ടികൾ ആഘോഷിക്കും. വിശ്വസേവാ में संकल्प वाणी और कर्म से दिन रात सच्चे सेवाधारी बन संगठित रूप सदा तत्पर हो जाओ. വിശ്വസേവയിൽ സങ്കല്പം, വാക്ക് കൂടാതെ കർമ്മം എന്നിവയിലൂടെ രാവും പകലും സത്യമായ സേവാധാരിയായി മാറി സംഘടിത രൂപത്തിൽ തന്നെ സദാ സേവ ചെയ്യുവാൻ തൽപരരായിരിക്കൂ. तो विश्व सेवा में स्वयं को छठी कला स्वतः होती जाएंगी.
അങ്ങനെയാണെങ്കിൽ വിശ്വസേവയിൽ സ്വയത്തെ തീർച്ചയായിട്ടും ഉയർന്ന കലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ വിശ്വസേവ ചെയ്യുമ്പോൾ സ്വയത്തിന് ഉയർന്ന കല സ്വാഭാവികമായിട്ട് ഉണ്ടാകും. പുണ്യാത്മാവൻ ബൻ पुण्य का फल प्राप्त कर रहे हैं. പുണ്യാത്മാവായി മാറി പുണ്യത്തിന്റെ ഫലം പ്രാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. സദാ ഐസെ അനുഭവ കരേങ്കി. അപ്പൊ കുട്ടികൾക്ക് സദാ ഇങ്ങനെ അനുഭവിക്കാൻ സാധിക്കും. ക്യോങ്കി സമയ की समीपता प्रमाण हर श्रेष्ठ कर्म का फल सदा संतुष्टता के रूप में बाबा പറയുന്നു. क्योंकि समय की समीपता प्रमाण हर श्रेष्ठ कर्म का फल सदा संतुष्टता के रूप में वर्तमान और भविष्य दोनों की काल में प्राप्त होंगे. അപ്പോൾ ബാബ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സമയത്തിന്റെ സമീപത അനുസരിച്ച് ഓരോ ശ്രേഷ്ഠ കർമ്മത്തിന്റെയും ഫലം സദാ സന്തുഷ്ടതയുടെ രൂപത്തിൽ വർത്തമാന സമയത്തും ഭാവിയിലും രണ്ട് കാലത്തിലും കുട്ടികൾക്ക് പ്രാപ്തമാകും. അപ്പൊ കുട്ടികൾ എത്രത്തോളം ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നുവോ അതിന്റെ പ്രത്യക്ഷ ഫലമായിട്ട് വർത്തമാന സമയത്തും സന്തുഷ്ടത അനുഭവിക്കാൻ കഴിയും, ഭാവിയിലും സന്തുഷ്ടത അനുഭവിക്കാൻ സാധിക്കും. അഭി പ്രാപ്തി की മെഷീനറി തീവ്രഗതി से അനുഭവ करेंगे. ബാബ പറയുന്നു, ഇപ്പോൾ കുട്ടികൾക്ക് അവരുടെ പുരുഷാർത്ഥത്തിന്റെ പ്രാപ്തികൾ, ആ പ്രാപ്തികളുടെ യന്ത്രം വളരെ തീവ്രഗതിയിൽ പ്രവർത്തിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കും. व्यर्थ का भी और समर्थ का भी दोनों कर्म का फल लाख गुना प्राप्ति क्या होती है वह यह सब अनुभव करेंगे. वो വ്യർത്ഥത്തിന്റെ ആയിക്കോട്ടെ സമർത്ഥത്തിന്റെ ആയിക്കോട്ടെ രണ്ട് കർമ്മത്തിന്റെയും ഫലം ലക്ഷം മടങ്ങ് പ്രാപ്തമാകുന്നത് എന്താണ്, ഇതെല്ലാം കുട്ടികൾക്ക് അനുഭവിക്കാൻ സാധിക്കും. इसलिए लाख गुना जमा करने का समय अब बाकी थोड़ा सा रह गया है. അതുകൊണ്ട് ബാബ പറയുന്നു, സമർത്ഥത്തിന്റെ സമ്പാദ്യം, സമർത്ഥതയുടെ സമ്പാദ്യം ലക്ഷം മടങ്ങ് ശേഖരിക്കുവാനുള്ള സമയം ബാക്കി ഇനി കുറച്ചു മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അബ്കാ ജമാ ഹോന ജന്മ ജന്മാന്തർ की പ്രാരബ്ധ ബനാനാ ഹി. ഈ സമയം നിങ്ങൾക്ക് എത്ര സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ അത് കുട്ടികളുടെ ജന്മജന്മാന്തരങ്ങളുടെ പ്രാപ്തിയാണ്. അപ്പോൾ ജന്മജന്മാന്തരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാപ്തിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത്. इसके लिए विशेष क्या करना है. ഇതിന് വിശേഷിച്ചും എന്താണ് കുട്ടികൾ ചെയ്യേണ്ടത്? സിർഫ് ദോ ബാത്തേ യാദ് രഖോ. ബാബ പറയുന്ന വിശേഷിച്ചും രണ്ട് കാര്യങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കും, ഓർമ്മയിൽ വെക്കും. एक सदा अपने को विशेष आत्मा समझ संकल्प व कर्म करो. സദാ സ്വയത്തെ ഒരു വിശേഷ ആത്മാവാണെന്ന് മനസ്സിലാക്കി സങ്കല്പവും കർമ്മവും ചെയ്യുക. അതായത് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഞാനൊരു വിശേഷ ആത്മാവാണെന്നുള്ള സ്മൃതി നമുക്കുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ദൂസരി ബാത്ത് സദാ ഹരേക് മേം വിശേഷതാവോം കോ ദേഖോ. ഇനി സ്വയം വിശേഷാത്മാവാണെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, ഓരോരുത്തരെയും വിശേഷാത്മാക്കളായിട്ട് കാണുക. ഈ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ബാബ പറയുന്നത്. ഹർ ആത്മാമേം വിശേഷ ആത്മാക്കി ഭാവന രഖു. അപ്പൊ ഓരോ ആത്മാവിനെ കുറിച്ചും ഇവർ വിശേഷാത്മാവാണ് എന്ന ഭാവന ഉണ്ടായിരിക്കണം. സാത് വിശേഷ് ബനാനേക്ക് ശുഭ കല്യാൺ കി കാമന രഖു. അതുകൂടാതെ അവരെ വിശേഷ ആത്മാവാക്കി മാറ്റുന്നതിനെ കുറിച്ചുമുള്ള, അതേപോലെ തന്നെ അവരുടെ
ശുഭകരമായ മംഗളം ഉണ്ടാകുന്നതിനുമുള്ള കാമനയും ഉണ്ടായിരിക്കണം. സദാ ഏക് ബാത് കാ അറ്റൻഷൻ രഖോ. സദാ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കൂ. ജിസ് അവഗുൺ व कमजोरी को हर आत्मा छोड़ने का पुरुषार्थ कर रही है, ऐसी दूसरे द्वारा छोड़ने वाली चीज को स्वयं कभी धारण नहीं करना. ബാബ പറയാണ്, ഒരു കാര്യത്തിൽ കുട്ടികൾ പ്രത്യേക ശ്രദ്ധ വയ്ക്കുക. ഏതൊരു അവഗുണത്തെയാണോ അല്ലെങ്കിൽ ഏതൊരു ദുർബലതയാണോ ഓരോ ആത്മാവും ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഏതൊരു അവഗുണത്തെയും ഏതൊരു ദുർബലതയുമാണോ ഉപേക്ഷിക്കാൻ വേണ്ടി ഓരോ ആത്മാവും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുവിനെ ഒരിക്കലും സ്വയത്തിൽ ധാരണ ചെയ്യരുത്. അതായത് മറ്റുള്ളവർ അവരുടെ ദുർബലതകളെയും അവരുടെ അവഗുണങ്ങളെയും ഉപേക്ഷിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന ദുർബലതകളെയും അവഗുണങ്ങളെയും കുട്ടികൾ ഒരിക്കലും സ്വയം സ്വീകരിക്കരുത്, സ്വയത്തിൽ ധാരണ ചെയ്യരുത്. അതായത് മറ്റുള്ളവരുടെ അവഗുണങ്ങളോ മറ്റുള്ളവരുടെ ദുർബലതകളോ കാണരുത്, അവരെ ആ തരത്തിൽ നമ്മൾ എടുക്കരുത്. दूसरे द्वारा फेंकी हुई चीज को लेना यह ईश्वरीय रॉयल्टी नहीं. ആരെങ്കിലും വലിച്ചെറിഞ്ഞ ഒരു സാധനത്തെ, ഉപേക്ഷിച്ച സാധനത്തെ ഓടിപ്പോയി നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നത്, ബാബ പറയുന്നു, ഈശ്വരീയ റോയൽറ്റി അല്ല. റോയൽ ആത്മായെ ദൂസരെ കി ബഡിയ ചീസ് ഭി ഫെങ്കി ഹുയി നഹീലെത്തി. അപ്പോ മറ്റുള്ളവർ എത്ര വിശേഷപ്പെട്ട ഒരു വസ്തു ആയിക്കോട്ടെ, അവർ വലിച്ചെറിഞ്ഞു, അവർക്ക് ആവശ്യമില്ല, അവർ വലിച്ചെറിഞ്ഞു. അത് എത്ര തന്നെ വിശേഷപ്പെട്ട വസ്തു ആയിക്കോട്ടെ, റോയൽ ആത്മാക്കൾ ഒരിക്കലും മറ്റൊരാൾ വലിച്ചെറിഞ്ഞ വസ്തുവിനെ സ്വീകരിക്കുകയില്ല. ഇഹത്തോ അവഗുൺ ഗന്ദഗീഷെ, ഇതും ഒരു അവഗുണമാണ്. മറ്റുള്ളവർ വലിച്ചെറിയുന്ന സാധനങ്ങൾ പോയി എടുക്കുക, അതിന് എത്ര കണ്ട് വിശേഷപ്പെട്ട വസ്തുവാണെങ്കിൽ പോലും അത് പോയി എടുക്കുന്നത് അതൊരു അവഗുണമാണ്, അത് മോശമാണ്. ഉസ്കെ തരഫ് സങ്കല്പ മേ ഭി ധാരൺ കർണ മഹാപാപ് ഹി. ബാബ പറയുന്നു, അവയെ കുറിച്ച് മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന വസ്തു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബ പറയണേ അവഗുണങ്ങളും ദുർബലതകളും, അതിനെ സങ്കല്പത്തിൽ പോലും ധാരണ ചെയ്യുന്നത് മഹാപാപമാണ്. ഇസ്ലിയെ ഇസ് ബാത് കാ അറ്റൻഷൻ രഹോ. അതുകൊണ്ട് കുട്ടികൾ ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കൂ. കിസി കി കംസോരി വ അവഗുൺ കോ ദേഖ്നെ കാ നേത്ര സദാ ബന്ദ് രഖോ. അതായത് മറ്റുള്ളവരുടെ ദുർബലതകളെയും അവഗുണങ്ങളെയും കാണുന്ന നേത്രം, കണ്ണ് സദാ കുട്ടികൾ അടച്ചു വെക്കൂ. ന ധാരൺ കരോ ന വർണ്ണൻ കരോ. ധാരണ ചെയ്യുകയും ചെയ്യരുത്, അവയെ കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരുടെ ദുർബലതകളെയും അവഗുണങ്ങളെയും ധാരണ ചെയ്യുകയും ചെയ്യരുത്, വർണ്ണിക്കുകയും ചെയ്യരുത്. ജബ് ആപ്കെ ചിത്രോं की भी भक्त महिमा करते हैं और अंग की महिमा करते हैं, कीर्ति गाने का कीर्तन करते हैं, आप चैतन्य रूप में एक दो के गुणगान करो, विशेषताओं का वर्णन करो. ബാബ പറയാണ്, നിങ്ങളുടെ ഭക്തർ, കുട്ടികളുടെ ഭക്തർ കുട്ടികളുടെ ചിത്രങ്ങളെ കണ്ടിട്ട് മഹിമ പാടുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. ഓരോ അംഗത്തിന്റെയും മഹിമ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ കീർത്തികളെ കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടാറുണ്ട്. അപ്പോ അതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ ചൈതന്യ രൂപത്തിൽ, ഭക്തരിതെല്ലാം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കുട്ടികൾ ചൈതന്യ രൂപത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ഗുണഗാനം പാടൂ. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഗുണഗാനം പാടൂ, അവരുടെ വിശേഷതകളെ കുറിച്ച് വർണ്ണിക്കും.
അപ്പൊ ഭക്തർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. കുട്ടികളെ കുറിച്ച് കീർത്തനം പാടുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്, ഓരോ അംഗത്തെ കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. അപ്പോ ചൈതന്യ രൂപത്തിലിരിക്കുന്ന കുട്ടികൾ മറ്റുള്ളവരുടെ ഗുണഗാനം പാടൂ, അവരുടെ വിശേഷതകളെ കുറിച്ച് വർണ്ണിക്കും. ഏക് ദോ में सहयोग और स्नेह के पुष्पों की लेन देन करो. അപ്പൊ ഭക്തി മാർഗത്തിൽ പൂക്കർച്ചിക്കാറുണ്ട്. ബാബ പറയുന്നു, സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. പരസ്പരം സഹയോഗത്തിന്റെയും സ്നേഹത്തിന്റെയും പുഷ്പങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ ചെയ്യൂ. ഹർ കാര്യമേം ഹാജി വാ പഹലെ ആപ്കാ ഹാത്ത് ബഢാവോ. ഓ, നമസ്കരിക്കാറുണ്ടവർ, തൊഴാറുണ്ട്, പ്രണമിക്കാറുണ്ട്. അപ്പോ ഭക്തർ പ്രണമിക്കാറുണ്ട്. ഇതേപോലെ ചൈതന്യ രൂപത്തിലിരിക്കുന്ന കുട്ടികൾ ഓരോ കാര്യത്തിലും ഹാജി, ഓക്കെ ഞാൻ തയ്യാറാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ആദ്യം താങ്കൾ ചെയ്യൂ. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്ന തലത്തിൽ, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുന്ന ആ നമസ്കാരം നിങ്ങൾ ചെയ്യും. കൈകൾ കൊണ്ടുള്ള നമസ്കാരമല്ല, പകരം ഭക്തർ അത് കൈകൾ കൊണ്ടുള്ള നമസ്കാരമാക്കി മാറ്റി. പക്ഷെ സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ മറ്റുള്ളവർക്ക് മുൻഗണന കൊടുക്കുക. സദാ ഹരേക് വിശേഷ ആത്മാക്കെ ആകെ റുഹാനി വൃത്തി റുഹാനി വൈബ്രേഷൻ കാ ധൂപ് ജഗാവൂ. അപ്പോ ഭക്തർ ചന്ദനത്തിൽ കൊളുത്തി വെക്കാറുണ്ട്, സുഗന്ധദ്രവ്യങ്ങളൊക്കെ കത്തിക്കാറുണ്ട്, നല്ല അന്തരീക്ഷത്തിൽ നല്ല സുഗന്ധം വ്യാപിപ്പിക്കാറുണ്ട് ഭക്തിയിൽ. പക്ഷെ സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ടത് സദാ ഓരോ വിശേഷാത്മാവിന്റെയും മുന്നിൽ, സംഗമയുഗത്തിലെ സർവാത്മാക്കളും വിശേഷാത്മാക്കളാണ്, അങ്ങനെയുള്ള ഓരോ വിശേഷാത്മാക്കളുടെയും മുന്നിൽ ആത്മീയ വൃത്തിയുടെയും ആത്മീയ വൈബ്രേഷന്റെയും സുഗന്ധദ്രവ്യങ്ങൾ കൊളുത്തിവെക്കും, ചന്ദനത്തിൽ കൊളുത്തിവെക്കൂ. जो भी आत्माएं संपर्क में आवे उन्हों को सदा अपने खजानों से वैरायटी भोग लगाओ. അപ്പൊ ഭക്തി മാർഗത്തിൽ ഭക്തർ ദേവതകൾക്ക് നിവേദ്യം സമർപ്പിക്കാറുണ്ട്. ആ നിവേദ്യം അവ പറയുന്നു സംഗമയുഗത്തിൽ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഏതെല്ലാം ആത്മാക്കൾ കുട്ടികളുടെ സമ്പർക്കത്തിലേക്ക് വരുന്നുവോ അവർക്ക് സദാ തന്റെ ഖജനാവുകളാൽ, തന്റെ ഓരോ ഖജനാവുകളാലുമുള്ള വെറൈറ്റി ഭോഗ്, വെറൈറ്റി വളരെ പലതരത്തിലുള്ള ആ നിവേദ്യം സമർപ്പിക്കും. അർത്ഥാത് ഖജാന ഭേന്ത് കരും എന്ന് വെച്ചാൽ കുട്ടികളുടെ സമ്പാദ്യം, കുട്ടികളുടെ ഖജനാവുകൾ എന്തെല്ലാമാണോ അത് അവർ കൂടി പങ്കിടും, അവർക്ക് ഗിഫ്റ്റായിട്ട് സമർപ്പിക്കും. जब प्रैक्टिकल में अभी से एक रूहानी रस्म आरंभ करेंगे तब ही भक्ति में यह रस्म चलती रहेगी. ബാബ പറയുന്നു, സംഗമയുഗത്തിൽ പ്രായോഗിക തലത്തിൽ ഇപ്പോൾ മുതൽ ഈ ആത്മീയ ആചാരങ്ങൾ, ഈ ആത്മീയ അനുഷ്ഠാനങ്ങൾ ആരംഭിക്കൂ. അപ്പോൾ മാത്രമേ ഭക്തിയിലും ഈ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുകയുള്ളൂ. സുന ഇസ് വർഷ ക്യാ കർനാ ഹൈ. ബാബ ചോദിക്കുന്നു, കുട്ടികൾ കേട്ടില്ലേ ഈ വർഷം എന്താണ് ചെയ്യേണ്ടതെന്ന്? ആജ് സ്വയം കെ പരിവർത്തൻ കി ബാത്തേ സുനായി. ഇന്ന് ബാബ സ്വയം പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഫിർ വിശ്വ കി സേവാ കി സുനാഗുംഗി കി സേവാ കെ ക്ഷേത്ര മേ ക്യാ കർനാ ഹൈ. ഇനി പിന്നൊരു സമയത്ത്, പിന്നൊരു ദിവസം വിശ്വസേവയെ കുറിച്ച് പറയാം. വിശ്വസേവയുടെ ക്ഷേത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പിന്നൊരു സമയത്ത് പറയാം. ഇപ്പൊ ബാബ പറയുകയാണ്, ഈ വർഷം കുട്ടികൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതായത് സ്വന്തം പരിവർത്തനത്തിന് വേണ്ടി കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലിൽ ഇപ്പോൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് ദ്വാപരയുഗം മുതൽ ഭക്തിയിൽ നമുക്ക് പൂജയും ആരാധനയും കീർത്തനങ്ങളും നിവേദ്യവും എല്ലാം ലഭിക്കുന്നത്. ഒന്നുകൂടി അതിനെക്കുറിച്ച് പറയാം. അതായത് കിസി കി കംസോരി വ അവഗുൺ കോ ദേഖ്നെ കാ നേത്ര സദാ
ബന്ധുക്കരു, അതായത് മറ്റുള്ള ആരുടെയും ദുർബലതകളെയും അവഗുണങ്ങളെയും കാണുന്ന നേത്ര സഭ അടച്ചുവെക്കും. ഒരിക്കലും മറ്റുള്ളവരുടെ ദുർബലതകളെയും അവഗുണങ്ങളെയും ധാരണ ചെയ്യരുത്, വർണ്ണിക്കുകയും ചെയ്യരുത്. അപ്പൊ ഭക്തി മാർഗത്തിൽ ഭക്തർ ദേവതകളുടെ ഓരോ അംഗത്തിന്റെയും മഹിമ പാടുന്നുണ്ട്, കീർത്തനങ്ങൾ പാടുന്നുണ്ട്. അപ്പോൾ ചൈതന്യ രൂപത്തിൽ നിങ്ങൾ കുട്ടികളും, പ്രാക്ടിക്കൽ തലത്തിൽ നിങ്ങൾ കുട്ടികളും മറ്റുള്ളവരുടെ ഗുണഗാനം പാടും, മറ്റുള്ളവരുടെ വിശേഷതകളെ കുറിച്ച് വർണ്ണിക്കും. പരസ്പരം സ്നേഹത്തിന്റെയും സഹയോഗത്തിന്റെയും പൂക്കൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യും. ഓരോ കാര്യത്തിലും മറ്റുള്ളവർക്ക് മുൻഗണന നൽകും. ഹാംജി പറയൂ, സദാ ഓരോ വിശേഷാത്മാവിന്റെയും മുന്നിൽ ആത്മീയ വൃത്തിയുടെയും മീൻസ് ആത്മീയ മനോഭാവത്തിന്റെയും ആത്മീയ വൈബ്രേഷന്റെയും ചന്ദനത്തിരി കൊളുത്തി വയ്ക്കും. അതേപോലെ ഏതെല്ലാം ആത്മാക്കൾ നമ്മുടെ സമ്പർക്കത്തിലേക്ക് വരുത്തുവോ അവർക്ക് നമ്മുടെ ഖജനാവുകളാകുന്ന ഉപഹാരങ്ങൾ നൽകും, നിവേദ്യം സമർപ്പിക്കും. അപ്പോ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി ഇപ്പോഴേ ആരംഭിക്കുക. ഇപ്പോഴിത് ആരംഭിച്ചാൽ മാത്രമേ ഭക്തിയിലും ഈ ആചാരങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അതാണ് ബാബ പറയുന്നത്. अच्छा, ऐसे सदा संपन्न मूर्तियां റോയൽറ്റി കെ നിജി സംസ്കാർ വാലി ആത്മാവോ, ഇങ്ങനെയുള്ള സദാ സമ്പന്ന മൂർത്തികൾ, റോയൽറ്റിയുടെ വാസ്തവിക സംസ്കാരമുള്ള ആത്മാക്കൾക്ക് സദാ തിലക് താജ് തക്ത്ധാരി ആത്മാവുങ്കോ, സദാ തിലകം കിരീടം അതേപോലെ സിംഹാസനധാരി ആത്മാക്കൾക്ക് ഹർ കർമ്മ കാ പ്രത്യക്ഷ ഫൽ ഖാനെ വാലി ആത്മാവുങ്കോ, ഓരോ കർമ്മത്തിന്റെയും പ്രത്യക്ഷ ഫലം, ഓരോ കർമ്മത്തിന്റെയും പ്രത്യക്ഷ ഫലം സന്തുഷ്ടത, അത് അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് ബാപ് ദാദാക്ക യാദ് പ്യാർ ഔർ നമസ്തേ, ബാപ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരവും. ഓം ശാന്തി.